നിന്നൊഴുകും രക്തം പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാൽ ആരും എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. കള്ളൻ ക്രൂശിൻ ഊറവയിൽ കണ്ടു പാപ ശാന്തി. അവനെപ്പോൽ ഞാനും ദോഷി കണ്ടൻ പ്രതിശാന്തി. അവനെപ്പോൽ ഞാനും ദോഷി കണ്ടൻ പ്രതിശാന്തി. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. കുഞ്ഞാട്ടിൻ വിലയേറിയ രുധിരത്തിൻ ശക്തി വീണ്ടുകൊള്ളും ദൈവസഭ ആകെ വിശേഷമായി. വീണ്ടുകൊള്ളും ദൈവസഭ ആകെ വിശേഷമായി. എൻ പേർക്കേശു മാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപം എന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. റോമർ ലേഖനം 8-ാം അധ്യായം 29-30 വാക്യങ്ങൾ. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം സ്വാതന്ത്ര്യത്തിൻ്റെ ദീപ്തിയെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ആത്മാവിൽ ലഭിക്കുന്നതായ സ്വാതന്ത്ര്യം, പരിശുദ്ധാത്മാവ് നൽകുന്നതായ സ്വാതന്ത്ര്യം, പാപത്തിന് ശമ്പളമായ മരണത്തിന് വിധേയപ്പെട്ട മനുഷ്യൻ ആ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ആത്മാവ് ജീവൻ പ്രാപിച്ച് ആത്മാവിൻ്റെ സമൃദ്ധിയായ ജീവൻ്റെ അനുഭവത്തിൽ ഉല്ലസിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന അതിമനോഹരമായ അധ്യായമാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസ് ഈ ആഴമേറിയ ആത്മീയ ജീവിതത്തിൻ്റെ സത്യങ്ങളിലേക്ക് നമ്മെ നയിച്ചുകൊണ്ട് പോവുകയാണ് ഈ അധ്യായത്തിലെ ആത്മീക ഉപദേശങ്ങൾ കൊണ്ട്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്
അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ക്രിസ്തു നമ്മെ മുന്നമേ അറിഞ്ഞു. ക്രിസ്തു നമ്മെ മുൻപേ തന്നെ നിയമിച്ചു. ക്രിസ്തു നമ്മെ വിളിച്ചു. ക്രിസ്തു നമ്മെ നീതീകരിച്ചു. ക്രിസ്തു നമ്മെ തേജസ്കരിച്ചു. 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾക്ക് പുറമേ വേറെ 2 കാര്യങ്ങൾ കൂടി നമുക്ക് കാണാം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 14 വാക്യങ്ങളിൽ. അത് അപ്പോസ്തലനായ പൗലോസ് തന്നെ എഴുതിയതാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നാം കാണുന്നത് ലോകാരംഭത്തിന് മുൻപേ ക്രിസ്തു നമ്മെ മുന്നമേ നിയമിച്ചു. ക്രിസ്തു നമ്മെ ദത്തെടുത്തു. ക്രിസ്തു നമ്മെ തെരഞ്ഞെടുത്തു. ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. ക്രിസ്തു നമ്മെ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു എന്ന് നാം അവിടെ കാണുകയാണ്. ക്രിസ്തു നമ്മെ തെരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ തേജസ് നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ ഈ സ്വർഗീയമായ അനുഭവം നമുക്ക് ലഭിക്കുകയാണ്. എന്താണ് ഈ അനുഭവം? ദൈവാത്മാവിൻ്റെ തേജസ് വരുമ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു വലിയ സത്യം നാം അറിയുകയാണ്. എന്നാണ് തിരഞ്ഞെടുത്തത്? അത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് എന്നാണ് ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്തത്. നമുക്ക് നോക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിന്നെ വിളിച്ചു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ നിയമിച്ചു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. യിരെമ്യാവിനോട് പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമുക്ക് വായിച്ചു നോക്കാം. യോഹന്നാൻ 15:16. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ നിയമിച്ചിരിക്കുന്നു, നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ക്രിസ്തു പറയുകയാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ ഫലം കായ്ക്കുവാൻ, നിങ്ങളുടെ ഫലം നിലനിൽക്കാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ നിലനിൽക്കാനായിട്ട് ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 27-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനില്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് ഓരോ വാക്യവും വായിച്ച് നാം ധ്യാനിച്ചു കൊണ്ടിരുന്ന് സ്തുതിക്കാവുന്നതാണ്. എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ ബലവാനായതുകൊണ്ടല്ല, ഞാൻ ബലഹീനനായതുകൊണ്ട്, ഞാൻ ജ്ഞാനിയായതുകൊണ്ടല്ല, ഞാൻ ഭോഷനായതുകൊണ്ട്. എൻ്റെ ദൈവമേ, നീ എന്നെ തിരഞ്ഞെടുത്തു. എൻ്റെ കർത്താവേ, ഞാൻ പാപിയാണ്, ഞാൻ അഗതിയാണ്, ഞാൻ പിശാചിന് ഇടം കൊടുത്തവനാണ്, ഞാൻ സാത്താൻ്റെ വിടുപണി ചെയ്തവനാണ്, സാത്താൻ്റെ അടിമത്തത്തിൽ ജീവിച്ചവനാണ്, പാപം ചെയ്യുന്നത് ശീലമാക്കിയവനാണ്. കർത്താവേ, എങ്കിലും നീ എന്നെ തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ദൈവം തിരുമനസ്സായി. അവൻ എന്നെ തിരഞ്ഞെടുത്തു. എന്നാണ് തിരഞ്ഞെടുത്തത്? നമുക്ക് നോക്കാം. എന്നാണ് അവൻ എന്നെ തിരഞ്ഞെടുത്തത്? എഫേസ്യർ 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എന്നാണ് എന്നെ തിരഞ്ഞെടുത്തത്? ഇന്നും ഇന്നലെയുമല്ല, ഞാൻ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോഴുമല്ല, എന്നേ തിരഞ്ഞെടുത്തു. എന്നെ തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കാൻ വിഷമമാണ്. ഈ ഭൂമിയിലേക്ക് ഞാൻ ജനിച്ച് വീണപ്പോഴല്ല, അല്ല എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായപ്പോഴല്ല, എന്ന് തിരഞ്ഞെടുത്തു. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തു. നിത്യനായ ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തു.
ലോകത്തിൻ്റെ സ്ഥാപനത്തിന് മുൻപ് നാം എല്ലാം യുഗങ്ങളുടെ ആ സ്വർഗീയമായ നിർണയത്തിൽപ്പെട്ടവരാണ്. ആരും ഒഴിവായിട്ടില്ല. സഹോദരങ്ങളെ, നിത്യനായ ദൈവത്തിൻ്റെ യുഗപരിപാടിയാണ് നാം ഈ ഭൂമിയിൽ ഇത്രയും കാലം ജീവിക്കണമെന്നുള്ളത്. ദൈവത്തിൻ്റെ യുഗ പദ്ധതിയാണ് നാം ഈ അത്ഭുതകരമായ വചനം കേൾക്കണമെന്നുള്ളത്. ദൈവത്തിൻ്റെ സ്വർഗീയ കാര്യപരിപാടിയാണ് നാം വചനം കേട്ട് മാനസാന്തരപ്പെടണമെന്നുള്ളത്. എന്തിന്? തിരഞ്ഞെടുപ്പിൽ നിർത്താനല്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? തിരഞ്ഞെടുത്തു. അതിനു മുൻപ് മറ്റൊരു കാര്യം നടന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കാര്യം നടന്നു. എന്താണ്? അവൻ നമ്മെ മുന്നറിഞ്ഞു. അതാണ് റോമർ ലേഖനം 8-ാം അധ്യായത്തിൽ കാണുന്നത്. അവൻ മുന്നറിഞ്ഞവരെ മുന്നമേ അറിഞ്ഞു. എന്നെ മുന്നമേ അറിഞ്ഞു. ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ അറിഞ്ഞു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ അത് തന്നെ കാണാം. അവൻ മുന്നമേ എന്നെ അറിഞ്ഞു. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഉരുവായത് എൻ്റെ അറിവോടെയല്ല, എൻ്റെ ആലോചന പ്രകാരമല്ല, നമ്മുടെ ആരുടെയും അറിവോടെയല്ല. നാം ഉരുവാകുന്നതിന് മുൻപേ ദൈവത്തിൻ്റെ ആലോചന. ദൈവം അറിഞ്ഞു, മുന്നമേ അറിഞ്ഞു. 1 മുന്നമേ അറിഞ്ഞു. 2 ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തേത്, അവൻ നമ്മെ മുന്നമേ നിയമിച്ചു. അന്നേ നമ്മെ നിയമിച്ചു കഴിഞ്ഞു. എന്തിനായിട്ടാണ് നിയമിച്ചത്? അവൻ നമ്മെ നിയമിച്ചത്. 1-ാം അധ്യായം 5-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. യിരെമ്യാ 1:5. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ജാതികൾക്ക് പ്രവാചകനായി നിന്നെ നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, മുൻപേ തന്നെ പ്രീ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. അന്നേ ഗർഭപാത്രത്തിൽ വരുന്നതിന് മുൻപ്, നീ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാം കേവലം യദൃച്ഛയാ ഭൂമിയിലെത്തിയതല്ല, യദൃച്ഛയായി ഇവിടെ ജീവിച്ചു വന്നതല്ല. ഒന്നും യാദൃച്ഛികമല്ല. ഓരോന്നും ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്വർഗീയമായ പദ്ധതിയിൽപ്പെട്ട കാര്യങ്ങളാണ്. നാം എത്ര വിലപ്പെട്ടവരാണ് ചിന്തിച്ചു നോക്കൂ. മനസ്സിലാക്കാൻ പ്രയാസമാണ്, എനിക്കറിയാം. എനിക്ക് എൻ്റെ ഈ നിസ്സാര മനസ്സിൽ മനസ്സിലാകുന്നതല്ല ഇതൊന്നും. പിന്നെ ഭാഗ്യം, ഇതൊക്കെ വിശ്വസിച്ചു. ഞാൻ വിശ്വസിച്ചു. എൻ്റെ കർത്താവേ, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പേ നീ എന്നെ അറിഞ്ഞു. നീ എന്നെ അന്നേ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ തിരഞ്ഞെടുത്തു. കർത്താവേ, നീ എന്നെ നിയമിച്ചു. പോരാ, 4-ാമത്തെ കാര്യം എന്താണ്? ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ കാര്യം, കർത്താവേ, നീ എന്നെ വിളിച്ചു. യെശയ്യാ 49:1. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ മുതലേ ദൈവം എന്നെ വിളിച്ചു. 4-ാമത്തെ കാര്യം അതാണ്. മുന്നമേ അറിഞ്ഞു, എന്നെ തിരഞ്ഞെടുത്തു, എന്നെ നിയമിച്ചു. മാത്രമല്ല, എന്നെ വിളിച്ചു, പേർ ചൊല്ലി വിളിച്ചു. പ്രിയപ്പെട്ടവരെ, വിളിച്ചു. ഈ നിസ്സാരനെ വിളിക്കാൻ ദൈവത്തിന് തിരുമനസ്സായി. ഈ പാപം ശീലമാക്കിയവനെ വിളിക്കാൻ ദൈവത്തിന് തിരുമനസ്സായി. ആരോരുമില്ലാത്തവനെ വിളിക്കാൻ ദൈവത്തിന് തിരുമനസ്സായി. വിലകെട്ടവനെ വിളിക്കാൻ ദൈവത്തിന് തിരുമനസ്സായി. ഒരു നന്മയുമില്ലാത്തവനെ വിളിക്കാൻ ദൈവത്തിന് തിരുമനസ്സായി. വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. എഫേസ്യർ 1:5 വായിക്കുക. അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. നമ്മെ ദത്തെടുത്തു, അഡോപ്റ്റ് ചെയ്തു. എന്താണ് അതിൻ്റെ അർത്ഥം? മക്കളില്ലാത്ത മാതാപിതാക്കളാണ് ദത്തെടുക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന് മക്കളില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെല്ലാവരും പാപികളായി. അതാണ് എന്താ പറഞ്ഞത്? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാളാതൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല, ഇസ്രായേലോ ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ അപ്പന് പ്രയോജനപ്പെടാതെ പോയി. ദത്തെടുത്തു എന്നെ. ദൈവമേ, നീ എന്നെ ദത്തെടുത്തു. 5-ാമത്തെ കാര്യം, ദൈവമേ, നീ എന്നെ ദത്തെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇനിയും തീർന്നില്ല. 6-ാമത്തെ കാര്യം നമുക്ക് വായിക്കാം. മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും. ഇതിലെല്ലാം എന്തിനു വേണ്ടിയാണ്? തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്.
എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാൻ ഈ വാക്യം വായിച്ച് ധ്യാനിച്ച ആദ്യ സമയങ്ങളിൽ അന്ന് ഞാൻ വളരെ അമ്പരപ്പോടിരുന്നു. ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഇത് വായിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 36-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു. 17-ാമത്തെ വയസ്സിലാണ് മാനസാന്തരപ്പെട്ടത്. പക്ഷേ 36-ാമത്തെ വയസ്സിൽ ആഴമേറിയ ഒരു സമർപ്പണത്തിലേക്ക് ദൈവം എൻ്റെ കൃപയാൽ എന്നെ കൊണ്ടുവന്നപ്പോൾ അന്ന് ഞാൻ ഈ വാക്യം വായിച്ച് ഞാൻ ധ്യാനിച്ചു. ഞാൻ ഏറെ നേരം അമ്പരപ്പോടിരുന്നു. ഞാൻ സന്തോഷം കൊണ്ടും നന്ദി കൊണ്ടും നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എന്താണെന്നോ, തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ രൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. തൻ്റെ ആദ്യജാതനായ കർത്താവായ യേശുക്രിസ്തു, നിത്യനായ ദൈവത്തിൻ്റെ ആദ്യജാതനായ കർത്താവായ യേശുക്രിസ്തു ഇനിയുമുള്ള അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സഹോദരന്മാരിൽ ഒരാളെപ്പോലെ എന്നെ കരുതാൻ, അവൻ്റെ അതേ സ്വരൂപമാകാൻ, തൻ്റെ ആദ്യജാതനായ ക്രിസ്തുവിൻ്റെ അതേ സ്വരൂപമാകാൻ എന്നെ മുന്നമേ നിയമിച്ചു. എന്തൊരു പദവി സഹോദരങ്ങളെ! നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണോ? എൻ്റെ ചിന്തയിലതൊന്നും തങ്ങുന്നില്ല. ധ്യാനത്തിൽ ലയിച്ച് നിൽക്കുമ്പോൾ അമ്പരന്ന് മതിമറന്ന് ദൈവത്തെ സ്തുതിക്കാൻ മാത്രമേ തോന്നുന്നുള്ളൂ. ഞാൻ ആരാണ്? പ്രാകൃതനായ മനുഷ്യനാണ്. ഞാൻ ആരാണ്? സൂത്രവും കൗശലവും വ്യാജവുമുള്ള മനുഷ്യനാണ്. ഞാൻ ആരാണ്? കാപട്യവും ദ്രവ്യാഗ്രഹവുമുള്ള മനുഷ്യനാണ്. ഞാൻ ആരാണ്? ദൈവത്തിന് സ്തോത്രം. സ്വാർത്ഥതയും സ്ഥാനമോഹവും മനുഷ്യരുടെ ബഹുമതിയെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അത്രയും പ്രാകൃതമായ സ്വഭാവമുള്ള മനുഷ്യനാണ്. ഇങ്ങനെയുള്ള എന്നെ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകാൻ ദൈവം എന്നെ നിയമിച്ചു. യുഗങ്ങൾക്ക് മുമ്പ് എന്നെ തിരഞ്ഞെടുത്തു. ദൈവം എന്നെ വിളിച്ചു. ദൈവം എന്നെ ദത്തെടുത്തു. ദൈവം എന്നെ മുന്നമേ നിയമിച്ചു. എൻ്റെ കർത്താവേ, ജീവനുള്ള ദൈവമേ, എന്നെ മുന്നമേ നിയമിച്ച എന്തിന്? തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ വേണമെങ്കിൽ നമുക്ക് കോരിന്ത്യലേഖനം 2-ാമത്തെ കോരിന്ത്യലേഖനം 3-ാം അധ്യായം ഒന്ന് നോക്കാം. 16-ാം വാക്യം മുതൽ, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ അതേ ഛായയായി രൂപാന്തരപ്പെടുന്നു. അതേ ഇമേജായി രൂപാന്തരപ്പെടുന്നു. അതേ രൂപം പ്രാപിക്കുന്നു. അതേ സ്വഭാവം പ്രാപിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്വഭാവം. നിങ്ങളോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്ന അപ്പോസ്തലൻ പറഞ്ഞു. ക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളവരായി തീരുന്നു. ദാവീദിനെക്കുറിച്ച് കരുണയുള്ള കർത്താവ് സാക്ഷ്യപ്പെടുത്തി, അവൻ എനിക്ക് ബോധിച്ച പുരുഷനെന്ന്. ദാവീദിനെക്കുറിച്ച് കരുണയുള്ള കർത്താവ് പറഞ്ഞു, ഇവനെൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഏകജാതനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതേ സ്വരൂപമാകാൻ എന്നെ മുന്നമേ നിയമിച്ചു. നിങ്ങളെ ഓരോരുത്തരെയും മുന്നമേ നിയമിച്ചു ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം പ്രാപിക്കാൻ. ഞാനത് പ്രാപിച്ചുവോ? ഇല്ലെങ്കിൽ നഷ്ടമല്ലേ? ഈ ഭൂമിയിൽ വെച്ച് ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം പ്രാപിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, അങ്ങ് ഡെൻമാർക്കിൽ സാധു സുന്ദർസിംഗ് ചെന്നു. ഇന്ത്യയുടെ അപ്പോസ്റ്റലനായിട്ട് അറിയപ്പെടുന്ന സുന്ദർസിംഗ് ഡെൻമാർക്കിൽ ചെന്നു. യൂറോപ്പിൻ്റെ അങ്ങ് പടിഞ്ഞാറേ അറ്റത്ത് സുന്ദർസിംഗ് ഒരിടത്ത് ഇരുന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഡെൻമാർക്കിലെ രാജ്ഞിയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ സുന്ദർസിംഗിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. രാജ്ഞി അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. സുന്ദർസിംഗ് കേട്ടെങ്കിലും കേട്ടമിട്ട് കാണിച്ചില്ല. വീണ്ടും ആ ഉദ്യോഗസ്ഥൻ തിരിച്ച് ചെന്ന് രാജ്ഞിയോട് പറഞ്ഞു, അദ്ദേഹം കേട്ടു, പക്ഷേ എഴുന്നേറ്റ് വന്നില്ല എന്ന്. ഏതാനും പേരെ, കൂടുതൽ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാരെ ഏതാനും പേരെ അയച്ചു. അവർ ചെന്ന് പറഞ്ഞു, ദ ക്വീൻ ഓഫ് ഡെൻമാർക്ക് വാണ്ട്സ് ടു മീറ്റ് യു. ഡെൻമാർക്കിലെ രാജ്ഞിക്ക് അങ്ങയെ കാണാൻ താല്പര്യമുണ്ട്. സുന്ദർസിംഗ് ഗവനിച്ചില്ല. അവർ ചെന്ന് പറഞ്ഞു, അദ്ദേഹം ഗവനിക്കുന്നില്ല. വീണ്ടും രാജ്ഞി വേറൊരാൾ പറഞ്ഞു വിട്ടു. ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു വിട്ടു.
അയാൾ ചെന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞു? എ സിന്നർ വാണ്ട്സ് ടു മീറ്റ് യു. ഒരു പാപിക്ക് അങ്ങയെ കാണാൻ ആഗ്രഹമുണ്ട്. എ സിന്നർ വാണ്ട്സ് ടു മീറ്റ് യു. സുന്ദർ സിംഗ് പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ചാടി എഴുന്നേറ്റു, ഉടനെ പോയി. ക്രിസ്തുവിൻ്റെ മനസ്സാണത്, ക്രിസ്തുവിൻ്റെ മനസ്സാണ്. പാപിയെ തേടിച്ചെല്ലുന്ന സ്നേഹം, എളിയവനെ തേടിച്ചെല്ലുന്ന സ്നേഹം. എൻ്റെ സ്നേഹിതരെ, നമുക്ക് ഈ എളിമയുണ്ടോ? ഞാനൊരു പാപിയാണെന്നുള്ള ബോധമുണ്ടോ? അതാണ് ക്രിസ്തു നമ്മുടെ അരികിലേക്ക് വരാനുള്ള യോഗ്യത. കർത്താവേ, എനിക്ക് നിന്നെ കൂടാതെ ജീവിക്കാൻ വയ്യ, എനിക്ക് സ്വന്തമായി വിലയില്ല, എനിക്ക് സ്വന്തമായി നിലനിൽപ്പില്ല, എനിക്ക് സ്വന്തമായി ശക്തിയില്ല, സ്വന്തമായി കഴിവില്ല, സ്വന്തമായി ജ്ഞാനമില്ല. നാഥാ, നീ എന്നെ സ്നേഹിക്കുന്ന ആ ഒരേ ഒരു കാര്യം മാത്രമാണ് എൻ്റെ ആകെയുള്ള ബലം. യേശുവേ, നീ എന്നെ സ്നേഹിക്കുന്നു, അത് മാത്രമാണ് എൻ്റെ സ്വത്ത്. ഞാൻ പാപിയാണെങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നുള്ളതാണ് എൻ്റെ ആകെയുള്ള സമ്പത്ത്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ആ സമ്പത്ത് നിങ്ങൾക്ക് ലഭിച്ചുവോ? ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതായ സമ്പത്ത്, ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിച്ചുവോ? എന്നെ മുന്നമേ കണ്ടിരിക്കുന്നു, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ എന്നെ നിയമിച്ചിരിക്കുന്നു. അവൻ എന്നെ വിളിച്ചിരിക്കുന്നു, അവൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അവൻ എന്നെ ദത്തെടുത്തിരിക്കുന്നു. എൻ്റെ കർത്താവേ, ജീവനുള്ള ദൈവമേ, ഇങ്ങനെ നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ ആര്? ദാവീദ് ഒരിക്കൽ പറഞ്ഞു, യഹോവേ, നീ എന്നെ ഇങ്ങനെ സ്നേഹിപ്പാൻ ഞാൻ ആര്? യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, യഹോവേ, നീ അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. സ്നേഹിതരെ, നിങ്ങൾ ഈ സത്യം തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് എളിമ വർദ്ധിക്കും. അയ്യോ, നിത്യനായ ദൈവം, നിത്യോജ്വലനായ ദൈവം, നിത്യതേജോമയനായ ദൈവം ഈ അഗതിയും നിസ്സാരനുമായി എന്നെ സ്നേഹിപ്പാൻ, പാപം മാത്രമുള്ള എന്നെ സ്നേഹിപ്പാൻ ദൈവമേ നിനക്ക് കരുണ തോന്നിയല്ലോ. നാം എളിമപ്പെടും, നാം താഴുന്നു, പിന്നെയും താഴുന്നു. അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നമേ നിയമിച്ചു. അവൻ്റെ അതേ ഇമേജ് പ്രാപിക്കാൻ, അതേ ഛായ പ്രാപിപ്പാൻ, അവൻ്റെ അതേ സ്വഭാവം പ്രാപിപ്പാൻ, ക്രിസ്തുവിൻ്റെ അതേ സ്നേഹം, ക്രിസ്തുവിൻ്റെ അതേ വിശുദ്ധി, ക്രിസ്തുവിൻ്റെ അതേ നിർമ്മമത്വം, ക്രിസ്തുവിൻ്റെ അതേ നിഷ്കളങ്കത, ആ നൈർമല്യം. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധി, ആ നിഷ്കളങ്കത, അത് നമുക്ക് ലഭിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അത് തരാനാണ് ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി തിരക്തം ചിന്തിയത്. എനിക്കത് തരാൻ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കത് തരാൻ, അത് ഇനിയും വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കണമോ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ എളിമയോടെ പറയുകയാണ്, ഈ സ്നേഹത്തെ കണ്ടെത്തിയ, ഈ സ്നേഹത്തിൻ്റെ ശബ്ദം കേട്ട ആദ്യ അവസരത്തിൽ 17-ാമത്തെ വയസ്സിൽ ഞാൻ സമർപ്പിച്ചു. പക്ഷെ ഒന്നും ആയില്ലായിരുന്നു. ഞാനന്ന് മാനസാന്തരപ്പെട്ടു, ഹൃദയത്തിലേക്ക് ക്രിസ്തു വന്നു, എനിക്കറിയാം. പക്ഷേ ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് ലോകസ്നേഹവും ലോകമയത്വവും അങ്ങ് ധാരാളമായി കടന്നു വന്നത് ഞാൻ അറിയുന്നു. ലോകത്തിൻ്റെ ബഹുമതി, ലോകത്തിൻ്റെ പ്രതാപം, ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾ, ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ, പ്രിയപ്പെട്ടവരെ, ലോകമനുഷ്യരുടെ പ്രീതികൾ, ഇതിനെല്ലാം വേണ്ടി വാഞ്ചിച്ചത് ഞാൻ അറിയുന്നു. ഹൃദയത്തിൽ ദുഷ്ടവിചാരങ്ങൾ, ഹൃദയത്തിൽ ചിലരോട് ഈർഷ്യ, ചിലരോട് വൈരാഗ്യം, ചിലരോട് പക, ചിലരോട് വിദ്വേഷം. ക്രിസ്തുവിൻ്റെ സ്വഭാവം അതല്ല എന്നുള്ള കാര്യം ഞാൻ ഗവനിച്ചില്ലായിരുന്നു. മാനസാന്തരപ്പെട്ടതല്ലേ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഓടി നടന്ന് പ്രസംഗിച്ചൊരു കാലമുണ്ട്. വേറെ ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല താനും. അറിഞ്ഞ് പ്രകടമായി പാപത്തിലേക്ക് പോയിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തിയിലെ പാപങ്ങളിലേക്കൊന്നും പോയില്ല. മദ്യപിച്ചില്ല, പുകവലിച്ചില്ല, സിനിമ കണ്ടില്ല, വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പോയില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, 36-ാമത്തെ വയസ്സിൽ എനിക്കൊരു വലിയ സത്യം മനസ്സിലായി. എന്നെ നിയമിച്ചത് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപം പ്രാപിക്കാനാണെന്ന്, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കാനാണെന്ന്. എൻ്റെ സഹോദരങ്ങളെ, അന്ന് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ ഹാളിൽ അന്ന് ഒരു ചെറിയ മുറി മാത്രമാണുള്ളത്. അന്ന് ഇത് ഞങ്ങളുടെ ബെഡ്റൂമായിരുന്നു. ഈ ഹാളിൻ്റെ ആ ഭാഗത്ത് ബെഡ്റൂമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ബെഡ്റൂമിലിരുന്ന് സഹോദരങ്ങളെ ഒരു രാത്രി ഇരുന്ന് കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. വലമ്പൂർ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ അന്ന് സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം, എൻ്റെ ഇടവക പള്ളിയിൽ പ്രസംഗിച്ചതിന് ശേഷം ഞാൻ വന്ന് അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞു. കർത്താവേ, ഞാൻ പ്രസംഗിച്ചിട്ട് പോന്നു, വീണ്ടും ജനത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇനിയും പാപങ്ങൾ മാറിയില്ലല്ലോ. ചിലരോട് പകയുണ്ടല്ലോ, ചിലരോട് വിദ്വേഷമുണ്ടല്ലോ. ഞാൻ ഏറ്റുപറഞ്ഞു, ഞാനിരുന്ന് തകർന്നു, ഞാനിരുന്ന് കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി വളരെ വൈകി ഞാൻ കിടന്നു. പലതും കൊടുത്തു തീർക്കേണ്ടതുണ്ടായിരുന്നു. ഏറ്റുപറഞ്ഞു.
കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. പൈസ കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊണ്ടുപോയി കൊടുത്ത് മാപ്പ് ചോദിക്കും തീരുമാനിച്ചു. പുസ്തകങ്ങൾ തിരികെ കൊടുക്കാനുണ്ടായിരുന്നു, കൊണ്ടുപോയി കൊടുത്ത് മാപ്പ് ചോദിക്കുമെന്ന് തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ചിലരോട് അകൽച്ചയുണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ ചെന്ന് മാപ്പ് ചോദിച്ച് നിരപ്പാകുമെന്ന് തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം പിറ്റേന്ന്, കൃത്യം പറയാം, 1973 മെയ് മാസം 11-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഈ പാവപ്പെട്ടവരുടെ തലയിലേക്ക് എഴുന്നള്ളി വന്നു. ആ പരിശുദ്ധാത്മാവ് ഈ തലയിലേക്ക് ഒഴുകി. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. കർത്താവ് പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം തന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ വേറൊരു കാര്യം മനസ്സിലായി. എന്താണെന്നോ? ഓരോ ദിവസവും ശുദ്ധീകരണം കിട്ടുകയാണ്. ഓരോ ദിവസവും മനസ്സിലാവുകയാണ് ഒന്നുമായില്ലെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇനിയും മാറാനുണ്ടെന്ന്, ഇനിയും രൂപാന്തരം പ്രാപിക്കാനുണ്ടെന്ന്, ഇനിയും വിശുദ്ധീകരണം പ്രാപിക്കാനുണ്ടെന്ന് ഓരോ ദിവസവും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. കരുണയുള്ള കർത്താവ് തൊടുന്നു, കരുണയുള്ള കർത്താവ് ശുദ്ധീകരണം തരുന്നു. മാത്രമല്ല, തേജസ്കരണത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു, നീതീകരിക്കുന്നു, തേജസ്കരണത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മേലിപ്പോൾ പരിശുദ്ധാത്മാവ് വരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആഴത്തിലുള്ള കഴുകലിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നേടിയതെല്ലാം വ്യർത്ഥമാണെന്ന് കാണാൻ നിങ്ങളുടെ കണ്ണ് തുറക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ വേലകളെല്ലാം പാഴാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? എങ്കിലിപ്പോൾ നിങ്ങളെ തന്നെ താഴ്ത്തുവീൻ, പാപത്തോട് യാത്ര പറയുവീൻ. ഹൃദയ ശുദ്ധീകരണം തരുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുവീൻ. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത കൃപ നിങ്ങളുടെ മേൽ പകരുവാനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവീൻ, പ്രാർത്ഥിക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ വചനം കേട്ട എല്ലാവരെയും എൻ്റെ കർത്താവ് തൊടണമേ. പരിശുദ്ധാത്മാവിൻ്റെ തീ തൊടണമേ. പരിശുദ്ധാത്മാവിൻ്റെ ജ്വാല സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ തീക്കരൽ സ്പർശിക്കണമേ. ഓരോരുത്തരുടെ മേലും സ്വർഗത്തിന് തീ ഇറങ്ങണമേ കർത്താവേ. ഓരോരുത്തരും ആഴത്തിലുള്ള ശുദ്ധീകരണത്തിനുള്ളതായ വാഞ്ചയും ദാഹവും നൽകണമേ കർത്താവേ. എല്ലാവരുടെയും ശാപങ്ങളെ കത്തിച്ചു കളയണമേ. പാപബന്ധനങ്ങളെ കത്തിച്ചു കളയണമേ. എല്ലാ ദോഷവശങ്ങളെയും കത്തിച്ചു കളയണമേ. ആത്മാവിന് തീഷ്ണതയും ജ്വാലയും നൽകണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.